ഞാനുള്ളത് കാസർഗോഡ് ജില്ലയിലെ ഉപ്പള കൈക്കമ്പയിലെ പ്രശസ്തമായ ഭാരത് അലുമിനിയം ആൻഡ് അലൈഡ് എന്ന സ്ഥാപനത്തിലാണ്. ഫയാസ് അല്ലേ? അഷ്റഫ്. ഓക്കെ, ഭാരത് അലുമിനിയം ആൻഡ് അലൈഡ് അല്ലെ? എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? ഏകദേശം 5 വർഷമായി. 2018 തുടങ്ങുന്നത്. 5 വർഷമായി. ഓക്കെ. രണ്ടുപേരും എങ്ങനെ സുഹൃത്തുക്കളായിരുന്നോ അതോ എങ്ങനെ? സുഹൃത്തുക്കളായിട്ട് പിന്നെ പാർട്ട്നേഴ്സായി. സുഹൃത്തുക്കളായിരുന്നു നേരത്തെ? ബിസിനസ്സിലൂടെ അടുത്തു. ഈ എങ്ങനെയാണ് ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ, ഇത് മെറ്റീരിയൽസ് സപ്ലൈ ആണ്, എങ്ങനെയാണ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്? എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഈ ഫീൽഡിൽ മുമ്പ്? ബിഫോർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് പ്ലൈവുഡ്, ഗ്ലാസ് അതിലൊക്കെ ആയിരുന്നു. ഓക്കെ. പിന്നെ ചില റിലേറ്റഡ് മെറ്റീരിയൽസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് പിന്നെ നേരെ സെക്കൻഡ് വെഞ്ചർ ആയിട്ടാണ് അലുമിനിയം മാത്രമായിട്ട് തുടങ്ങിയത്. സ്വദേശം ഇവിടെ തന്നെയാണ്, കൈക്കമ്പ് തന്നെ? എന്റെ കൈക്കമ്പല്ല, എന്റെ അടുത്തത്. ഇവന്റെ നേറ്റീവ് പ്ലേസ് ഉള്ളത് കാസർഗോഡാണ്. കാസർഗോഡ് പെരുമ്പളയിലാണ്. അപ്പം പിന്നെ ഈ നാടിന്റെ നിർമ്മിതിയിൽ നിങ്ങളുടെ ഒരു കയ്യൊപ്പ് ഉണ്ടാവും അല്ലെ? കാരണം അത്തരത്തിലുള്ള ഒരു മെറ്റീരിയൽ ആണ് നിങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രോഡക്റ്റ്? മെയിൻ ആയിട്ട് അലുമിനിയം എക്സ്ട്രൂഷൻ ആണ്. അലുമിനിയം ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള A to Z ഐറ്റംസ് ഞങ്ങളുടെ റീപ്ലേസ് ആക്കാൻ പറ്റിയ അലുമിനിയം ആണ്. അതായത് മരം എവിടെയല്ല ഉപയോഗിക്കുന്നത് അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെക്ഷനുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ ഈ ഡോർസ് ഒക്കെ അവിടെ കാണുന്നുണ്ട്, അത് അലുമിനിയം ആണോ അത് ഫൈബർ? അത് പിന്നെ നമ്മുടെ മരത്തെക്കാളും പിന്നെ എങ്ങനെ ലാസ്റ്റിംഗ് വരുമോ? എങ്ങനെയാണ്? PVC ലോങ് ലാസ്റ്റിംഗ് ആയതുകൊണ്ടല്ലേ ഇപ്പൊ സർക്കാരെല്ലാം നമ്മളുടെ PVC എല്ലാം നിരോധിക്കുന്നത്. കാരണം അത് ദ്രവിക്കുന്നില്ല, അത് അതാണ്. അപ്പൊ അത് ലൈഫ് ടൈം ഉള്ള സാധനമാണ്. പക്ഷെ അതിന്റെ യൂസ് കുറച്ച് കെയർ ചെയ്ത് യൂസ് ചെയ്യണം. കാരണം അത് സോളിഡ് ബോഡി അല്ല, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മുടെയൊക്കെ വ്യക്തിത്വം അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് എന്തായാലും അതില് പിന്നെ നമ്മുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. അതില് എത്രത്തോളം താങ്കളുടെ പാരന്റ്സ് സ്വാധീനിച്ചിട്ടുണ്ട്? അതായത് ഉമ്മ ഉപ്പ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? എന്റെ അപ്പ അമ്മ പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും സപ്പോർട്ടാണ്. പിന്നെ അവർക്ക് ഞാൻ ഒരു മോനേ ഉള്ളൂ. അപ്പോ അപ്പ അമ്മ എപ്പോഴും പറയുന്നത് നല്ലത് ചെയ്യാ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലൊന്നും ചെയ്യണ്ട, ബിസിനസ്സിൽ ചതി വേണ്ട, നല്ല രീതിയിൽ ചെയ്തിട്ട് നല്ല ഇൻകം നീ എടുത്തോ, അത് നമുക്ക് നല്ലത് വരും. അപ്പൊ നമുക്ക് ഓരോ സപ്പോർട്ടും ഉണ്ട്. പിന്നെ ആദ്യമായിട്ട് നമുക്ക് പ്രഷർ ഒന്നും ചെയ്യുന്നില്ല. എന്റെ വാപ്പാണെങ്കിലും എന്ത് കാര്യത്തിൽ പ്രശ്നം ചെയ്യുന്നില്ല. പിന്നെ നമ്മളായിട്ടും സെക്കൻഡ് ലൈനിലേക്ക് പോയിട്ടില്ല. അപ്പൊ പിന്നെ അവർക്കൊരു ട്രസ്റ്റ് ഉണ്ട്. സോ ബാക്ക് എൻഡിൽ നിൽക്കുന്ന ഒരു പാരന്റ്സും അല്ല എന്റെ. എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ഓക്കെ ഫൈൻ, അത്രയും. അതുപോലെ തന്നെയാണ് ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് പൂർണ്ണ പിന്തുണ തരുന്നുണ്ട്. പിന്നെ ആകെയുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞെങ്കിൽ പുറത്തുനിന്ന് ഒരാളെ കൊണ്ട് ചീത്ത പറയിക്കാനോ വേണ്ടാത്തത് പറയിക്കാനോ ആ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഉപ്പാന്റെ പേര് അസൈനാറ്. എനിക്ക് 2 വയസ്സുണ്ടാകുമ്പോ തന്നെ ഉപ്പ മരിച്ചു. പിന്നെല്ലാം സപ്പോർട്ടെല്ലാം ഉമ്മയായിരുന്നു. അതെ അതെ. ഉമ്മാന്റെ പേര് സാഹിറ. നിങ്ങളെ? ഖദീജ. ഉപ്പ മഹ്മൂദ്. അല്ല, ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ there is woman. അല്ല, നമ്മുടെ ഉമ്മയാവാം ഭാര്യയാവാം, പക്ഷെ ഭാര്യമാർക്കാണ് ഇപ്പൊ കൂടുതൽ റോൾ ഉണ്ടാവുക. എത്രത്തോളം സപ്പോർട്ടീവ് ആണ് നിങ്ങളുടെ ഭാര്യ ഈ ബിസിനസ് രംഗത്ത്? കാരണം നമുക്ക് ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും, ചില ടെൻഷൻസ് ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും. എല്ലാ ദിവസവും ഒരേ മൂഡിലായിരിക്കും വീട്ടിൽ കയറി ചെല്ലുന്നത്. അപ്പൊ എങ്ങനെ അവര് പിന്നെ നമ്മളോട് സഹകരിക്കുന്നത്? എന്റെ വൈഫ് ഒരു ഫാർമസിസ്റ്റ് ആണ്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ അവൾക്ക് ഇപ്പൊ ഫാർമസിസ്റ്റ് ആയിട്ട് എല്ലാവരും മിങ്കിൾ ചെയ്യുന്നതിനെ കൊണ്ട് ആൾക്കാരെ കുറിച്ച് അറിയാം. പിന്നെ നമ്മുടെ ബിസിനസിനെ കുറിച്ച് അറിയുന്നത് കൊണ്ട് ആ മൂഡ് സ്വിംഗിന് അനുസരിച്ച് നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് നല്ല സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, ഇപ്പൊ എന്റെ ഫാമിലി ആണെങ്കിൽ എല്ലാവർക്കും നമുക്ക് ഒരു ഫാർമസിസ്റ്റ് തന്നെ ഉള്ളു. കാരണം നമുക്ക് എല്ലാ കാര്യത്തിലും ഏത് നിമിഷം നമുക്ക് ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. ജംഷീന. മക്കള്? ഇല്ല. നിങ്ങളുടെ വൈഫ്? എന്റെ വൈഫ് കംപ്ലീറ്റ് ഹൗസ് വൈഫാണ്. ഒരു പരിധി വരെ അവളാണ് എന്റെ
ബാക്ക് ബോൺ എന്ന് പറയുന്നതും പിന്നെ ഇവിടെയുള്ള പ്രഷറും ഒരുവിധം എനിക്ക് പരിഹരിച്ചു തരുന്നതും അവളാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രഷർ കൊണ്ടിട്ട് അല്ല, അങ്ങനെയല്ല, വീട്ടിൽ എനിക്ക് ഒരു തരത്തിലുള്ള പ്രഷറും തരുന്നില്ല. അപ്പം ഏതൊരു സ്ഥാപനത്തിന്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫാണ്. കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുക, അവരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചായിരിക്കും കസ്റ്റമേഴ്സ് റിപ്പീറ്റ് വരണോ വേണ്ടോ എന്നുള്ള പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത്. എത്രത്തോളം അവര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? സ്റ്റാഫ്സ് എന്ന് പറയുന്നത് നമ്മളെ ഇപ്പൊ ഈ ബിൽഡിങ്ങിന്റെ പില്ലർ പോലെയാണ് ഞങ്ങളെ സ്റ്റാഫ്സ്. മെയിൻ സ്ട്രെങ്ത്. ഇവിടെ പെട്ടെന്ന് ഒരാൾ കയറി വന്നാൽ ഇവിടെ സ്റ്റാഫ് ആര് ബോസ് ആര് അതൊന്നും മനസ്സിലാവും. ആക്ച്വലി ഞങ്ങൾ അങ്ങനെ ബിഹേവ് ചെയ്യില്ല, അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റില്ല. കാരണം എല്ലാവരും നല്ല കോപ്പറേറ്റ് ആയിട്ട് നല്ല വർക്ക് ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും അത് നല്ല രീതിയിലാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാണ്, നമ്മളങ്ങോട്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മളെല്ലാ എല്ലാ സ്റ്റാഫ്സും പേര് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇപ്പം നമ്മൾ റീസെന്റ് ഇവിടെ എല്ലാത്തൊരു സ്റ്റാഫ് ഉണ്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് സീനിയർ അല്ലേ, ജബ്ബാർ. പുള്ളിയാണ് നമ്മൾക്ക് നല്ല സപ്പോർട്ട്. എനി ടൈം എനി വർക്ക് എന്ത് പറഞ്ഞാലും അക്കൗണ്ട്സ് ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും പർച്ചേസ് ആണെങ്കിലും എനി ടൈം ട്രാവൽ ആണെങ്കിലും ഓൾ ഇൻ ഓൾ കസിൻ ബ്രദറാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. ഞാൻ ഇവന്റെ ഫാമിലി അല്ല, പക്ഷെ ഇവന്റെ ഫാമിലി ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ തന്നെ ഇവിടെ ഉണ്ട്. നല്ല ബോണ്ടിങ് ആണ്, എല്ലാം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ. ബ്രാഞ്ചാണ് നിങ്ങൾക്ക്? നമുക്ക് 1 2 3 4 ബ്രാഞ്ചസ് ഉണ്ട്. എല്ലാം ഉപ്പള തന്നെയാണ്? ഉപ്പള കാസർഗോഡ് ഇതൊന്നും മാത്രമാണുള്ളത്. പിന്നൊന്നുള്ളത് പച്ചമ്പള എന്ന് പറയുന്ന പിന്നൊന്ന് കിംപ്ര പാർക്ക്. അത് അടുത്തായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അത് മാനുഫാക്ചറിംഗ് ആണ്. നമ്മളെ ഈ പൗഡർ കോട്ടിംഗ് ഉണ്ടല്ലോ, പൗഡർ കോട്ടിംഗിന്റെ നമ്മളെ മാനുഫാക്ചറിംഗ് നമ്മൾ സെൽഫായിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാൻ. അതായത് ഞാൻ പറഞ്ഞില്ല, ഒരു ഫീൽഡിൽ ഇറങ്ങിയ ശേഷം ആടെ എന്തുള്ള ചാൻസ് നോക്കിയിട്ട് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ പൗഡർ കോട്ടിംഗ് എന്ന സംഭവം നമ്മൾ തന്നെ ഉണ്ടാക്കും, നമ്മളെ അണ്ടറിൽ തന്നെ. അതിന്റെ പ്ലാന്റ് അവിടെ വരുന്നുണ്ട് കിംഫ്ര പാർക്കിൽ. ഒരു 1 മന്തിനുള്ളിൽ അത് ഇനോഗ്രേഷൻ ആവും. ഒരു വലിയ പ്രോജക്ട് ആണ് അത്. നമ്മളെ ഇതെല്ലാം ഒരു ഡോർ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഡോർ മാർട്ട് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഉണ്ട്, ഇടുന്നുണ്ട്. കുറച്ചൊരു 1 കിലോമീറ്റർ വരെ ഒരു ഷോറൂം ആണ്. 1 കിലോമീറ്റർ വരെ. കുക്കാർ എന്ന് പറയും. അവിടെ ടാറ്റ ഷോറൂമിന്റെ സൈഡിൽ തന്നെ. അപ്പോൾ അവരെ നമ്മൾ മെയിൻ ചെയ്യുന്ന ടാറ്റ സ്റ്റീൽ ഡോർസിന്റെ ഡീലർഷിപ്പ് ഉണ്ട്. സ്റ്റീൽ ഡോർസ്, വിൻഡോസ്, പിന്നെ ഇതിന്റെ പ്രീമിയം ഡോർസ് ഉണ്ടാവും, UPVC PVC എല്ലാം. അത് നമ്മളവിടെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഷോറൂം ആയിട്ട് അത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ഇതിന്റെ അണ്ടറില്. അപ്പം എനിവേ നിങ്ങളുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും നമ്മുടെ ദർശന ടിവിയുടെ സഫലം ഈ യാത്ര എന്ന ഈ പരിപാടിയിലേക്ക് ഇത്തിരി സമയം അനുവദിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഫയാസ് ആൻഡ് അഷ്റഫ്. താങ്ക് യു.